കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ കേരളത്തിലെ ഒരു തിയേറ്ററിന് കോടതി പിഴ ചുമത്തിയ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യം അറിയാലോ, അതായത് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ എത്തി, പക്ഷേ അവർക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല, സിനിമയുടെ ആദ്യ ഭാഗം കാണാൻ പറ്റിയില്ല. അങ്ങനെ തിയേറ്ററുകാരും നമ്മുടെ പ്രേക്ഷകരും തമ്മിൽ ചെറുതായിട്ട് വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രേക്ഷകർ പരാതി കൊടുത്തു, കോടതി അത് പരിഗണിച്ചു. അങ്ങനെ തിയേറ്റർ ഉടമയ്ക്ക് ഒരു വലിയ തുക തന്നെയാണ് പിഴ ചുമത്തിയത്. അക്കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണ്. അപ്പോൾ അത് വളരെ വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ പ്രേക്ഷകർക്ക് അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും ഇതുപോലെ നമുക്ക് പല പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ അങ്ങനെ വിട്ടുവിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഇങ്ങനൊരു വിധി വന്നതും പ്രേക്ഷകർക്ക് അനുകൂലമായിട്ട് ഇങ്ങനൊരു വിധി വന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആർജിഒ സിനിമ റിലീസായി മാർച്ച് 28. നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അമൽ അനിൽ, അദ്ദേഹം നമ്മുടെ കൊല്ലം പാർത്ഥസാരഥി തിയേറ്ററിൽ ഈ ആർജിഒ സിനിമ കാണാനായിട്ട് പോയട്ടോ. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വലിയ മെയിലായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വായിച്ചു നോക്കിയ സമയത്ത് അപ്പൊ ഇവിടെ തിയേറ്ററുകാരും ഇദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, വാക്ക് തർക്കമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതൊരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത് വായിച്ചു നോക്കിയ സമയത്ത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു നല്ല ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പ്രൊജക്ഷന്റെ ഭാഗത്താണ് ഇത് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഈ മെയിലിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പോഴേ കരുനാഗപ്പള്ളിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. 4K പ്രൊജക്ഷനും ഇല്ല, ഡോൾബി അറ്റ്മോസും ഇല്ലാത്തൊരു ഏരിയയാണ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ഒരു വലിയ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ നല്ലൊരു 4K പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസും ഒക്കെ തേടി അങ്ങനെ പോയിട്ട് അവസാനം ചെന്നെത്തിയത് നമ്മുടെ പാർത്ഥസാരഥി തിയേറ്ററിന്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ പാർത്ഥസാരഥിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കൊല്ലം ജില്ലയിലെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാവുന്ന വളരെ ചുരുക്കം തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ഒരു തിയേറ്റർ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പാർത്ഥസാരഥി തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു തിയേറ്ററാണ്. നമ്മളും ഒരുപാട് തവണ അവിടെ പോയി സിനിമ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സോണിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്, കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരന് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മുടെ അമല് ഞാൻ പറഞ്ഞല്ലോ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം 28-ാം തീയതി 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി നമ്മുടെ കൊല്ലം പാർത്ഥസാരഥി തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2 മണിക്കത്തെ ഷോയ്ക്കാണ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. മൊത്തം 600 രൂപയാണ് അവർക്കായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ സരി കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ അവർ സിനിമ കാണാനായിട്ട് ചെന്നു. സിനിമയുടെ തുടക്കം മുതൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോകളിലായിട്ട് നമ്മൾ പാർത്ഥസാരഥി തിയേറ്ററിൽ സിനിമ കാണാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഡാർക്ക് ഇമേജ് വരുന്ന സമയത്ത് ഒരു ബ്ലൂയിഷ് ലെയർ സോണി പ്രൊജക്ടേഴ്സിന് വരുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര അരോചകമായിട്ടും നമുക്ക് അങ്ങനെ തോന്നാറില്ല. നമ്മുടെ നേത്രം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ്. അത് നമുക്ക് വലിയ പ്രശ്നമായിട്ടും തോന്നാറില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിലേ അതിൽ നിന്നൊക്കെ കുറച്ച് ഭീകരമായി പോയിട്ടോ. അതായത് സ്ക്രീനിൽ നല്ല ബ്ലൂയിഷ് കളറിലാണ് സിനിമ പ്ലേ ചെയ്തത്. അപ്പോൾ അദ്ദേഹം എനിക്ക് അതിന്റെ ടൈറ്റിലിന്റെ ഫോട്ടോയും പിന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രൂഫ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ അയക്കാറുണ്ട്, ഇപ്പോൾ പല തിയേറ്ററുകളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ അയക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്. അപ്പം ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്, അപ്പോൾ തിയേറ്ററുകാർ ഇതൊന്ന് നോക്കുക, നിങ്ങളെ ആ ഒരു പ്രശ്നം ഉള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം തിയേറ്ററുകാരൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എനിക്ക് വിത്ത് ഫോട്ടോ അടക്കം പ്രൂഫ് അടക്കം എല്ലാം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം കണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ എടുത്ത ആ ഒരു ടൈറ്റിലിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അതേ കണ്ടല്ലോ, നല്ല ബ്ലാക്ക് കളറിലാണ് ഈ ആർജിഒ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാർത്ഥസാരഥി തിയേറ്ററിൽ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ടൈറ്റിലിന്റെ പോർഷനിൽ നല്ല ബ്ലൂയിഷ് കളർ ഉണ്ട്, നല്ല ബ്ലൂയിഷ് എന്ന് വെച്ചാൽ നല്ല നീല കളറിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പലതരം ഫോണുകളാണ്. അപ്പോൾ പല ക്യാമറ സെൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ബ്ലൂയിഷ് ലെയർ പലർക്കും പല ഫോട്ടോസ് കിട്ടാറുണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സിനിമ നടക്കുന്ന സമയത്തും ഇതേ രീതിയിൽ നല്ല ബ്ലൂയിഷ് ലെയർ ആയിട്ടാണ് ഇവിടെ സിനിമ കാണാനായിട്ട് പറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ അത് അങ്ങനെ കാണാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. കാര്യം കരുനാഗപ്പള്ളിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ സിനിമ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി 30 മിനിറ്റ് ആയപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പുറത്ത് നോക്കിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെയാണ് നമ്മുടെ അമലിനോട് പെരുമാറിയെന്നാണ് അദ്ദേഹം മെയിലിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞത്, പ്രൊജക്ടറിന് ശരിയാണ്, പ്രൊജക്ടറിന് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പം പുതിയ പ്രൊജക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു 2 ആഴ്ചക്കുള്ളിൽ പ്രൊജക്ടർ വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിപ്പോൾ എന്താണ് വലിയൊരു ഇഷ്യൂ ഒക്കെ ആക്കേണ്ട കാര്യമുണ്ടോ, ഒരു നീല ഷെയ്ഡ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണോ? അതൊരു പ്രശ്നം തന്നെയാണ്. കാര്യം ഇപ്പോൾ നമ്മുടെ ആ ഒരു കോടതി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പൈസ മുടക്കി തിയേറ്ററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാനായിട്ടുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് തിയേറ്ററുകാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനാണ് നമ്മൾ പൈസ മുടക്കി നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് പോയിട്ട് സിനിമ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ എററാണ്, ശരിയാണ്, ടെക്നിക്കൽ എററാണ്. പക്ഷെ അത് തിയേറ്ററുകാർ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോണിയുടെ പ്രൊജക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലൂ ഷെയ്ഡ് വരും. പക്ഷെ ഇത് വളരെ ഭീകരമായിട്ട് എന്താ പറയുക, മൊത്തം എല്ലാ സ്ക്രീനിലും, അതായത്
ആടുജീവിതം പോലും സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു മരുഭൂമിയുടെ ആ ഒരു വിഷ്വൽസ് ഒക്കെ അങ്ങനെ കൺസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. അതുപോലെ തന്നെ സൗണ്ട് മിക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഗംഭീരമായിട്ടാണ് സൗണ്ട് ട്രാക്ക് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിക്ക് തന്നെ അത് കൺസീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ ഇവിടെ ഇതാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ഒരു ഇഷ്യൂ വളരെ അരോചകമായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെക്നിക്കൽ എറർ ആയിരുന്നു. നമ്മൾ മുമ്പ് പോയ സമയത്ത് ഇതുപോലെ ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മുമ്പ് പോയ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ നമ്മുടെ ലക്ഷ്മി സിനിമാസിൽ പോയ സമയത്ത് ഇത് കണക്ക് സൗണ്ടിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും അവർ ഫുൾ ഷോ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തത് നെക്സ്റ്റ് ഷോയെ തൊട്ട് അവർ ഷോ ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ എറർ ആണെന്നുള്ളത് കേട്ടോ. അപ്പം ഇവിടെ തിയേറ്ററിന്റെ ഭാഗത്ത് സംഭവിച്ച ഒരു പിഴവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നോക്കണമായിരുന്നു. അപ്പം ഇപ്പോഴും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക് അതായത് ആ രീതിക്ക് തന്നെ ഇത് കാണണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമായിട്ട് എനിക്കും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. 4 പേര് സിനിമ കാണാനായിട്ട് വന്നു, 600 രൂപ മുടക്കി എല്ലാം ചെയ്തു. പക്ഷേ വന്ന് അത് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വന്ന് സിനിമ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അല്ലേ? അപ്പം പാർത്ഥസാരഥി തിയേറ്റർ വളരെ 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 ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിച്ച് പ്രേക്ഷകർക്ക് നല്ല ഒരു ദൃശ്യവിസ്മയം ഒരുക്കി കൊടുക്കേണ്ടത് തിയേറ്ററുകാരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ കുറേ സ്റ്റാറ്റസുകൾ ഇങ്ങനെ നോക്കി കേട്ടോ. അപ്പം എല്ലാ ആൾക്കാരുടെയും ഈ ഡാർക്ക്, അതായത് ടൈറ്റിലാണ് നോക്കിയത്. എല്ലാവരും ടൈറ്റിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും മിക്ക ആൾക്കാരുടെയും ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ചില എടുത്ത് കണ്ടു കേട്ടോ. ചില തിയേറ്ററുകളിലും ഇത്രയും ബ്ലൂ ഇല്ല എങ്കിലും അത്യാവശ്യം ബ്ലൂ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന പല സ്ഥലത്തും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി പ്രൊജക്ടേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം സോണിയുടെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ കൺസേൺ തന്നെയാണ്. ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണണം. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 80% ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ബ്ലൂ ആയിപ്പോയി. നല്ല രീതിയിൽ ബ്ലൂ കയറി വന്ന്, അതായത് സിനിമയുടെ സീനിൽ പോലും ആ ഒരു ബ്ലൂ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ അതെങ്ങനെയാണ് ശരിയാവുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പരിഹരിക്കുക. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നിങ്ങളെ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ വന്ന ആൾക്ക് കൃത്യമായിട്ട് സിനിമ കാണാൻ പറ്റിയില്ല. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്വപൂർവ്വം ഒന്ന് നോക്കുക കേട്ടോ. അത്രേ ഉള്ളൂ.